So next topic here to discuss is applying the work energy theorem. Okay. So work energy theorem എന്താണെല്ലാം നമ്മൾ പഠിച്ചു. കുറെ കേസും നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഞാൻ വർക്ക് ഡൺ ബൈ എ യൂണിഫോം ഫോഴ്സിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ സാധാരണ ഡെഫിനിഷൻ പ്രകാരം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇനീഷ്യൽ WI is equal to ഇന്റഗ്രൽ ഇനീഷ്യൽ സ്റ്റേറ്റ് RI ടു ഫൈനൽ സ്റ്റേറ്റ് RF F dot dr ആണ് നമ്മുടെ ഫോർമുല അല്ലെ. അപ്പൊ ഞാൻ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കരുതാണ്. സോ ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. n cap എന്ന് പറഞ്ഞ ഡയറക്ഷനിലാണ് പോകുന്നത്. സോ ഞാൻ അതിനെ എന്ത് ചെയ്തു, F0 into n cap എടുത്തു. F0 എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്, എനിക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഈ രണ്ട് ക്വാണ്ടിറ്റിയും കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാൻ പറ്റും. dr ഞാൻ XYZ ഡയറക്ഷനിൽ എക്സ്പാൻഡ് ചെയ്യാണ്. So I cap into dx plus j into dy k into dz. മൂന്ന് കമ്പോണൻസ് ഉണ്ട് x y z ഡയറക്ഷനിൽ. സോ ഞാൻ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എന്തായി പോകും, n into i എന്ന് പറഞ്ഞാൽ 1 ആയി പോകും. അപ്പൊ n into j 1 ആയി പോകും, n into k യും 1 ആയി പോകും. ഓക്കെ. സോ ഈ ഡോട്ടിനെ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. ഇതിനെ ഞാൻ എന്താക്കാണ്, r എന്ന് പറയുന്ന ടേമിലേക്ക് തന്നെ മാറ്റാണ്. r എന്ന് ഞാൻ x ലേക്ക് ഇട്ടു, s എന്ന് പിന്നെ ഞാൻ r ലേക്ക് തന്നെ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ദിസ് ഇസ് n ഡോട്ട് ദിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n cap ദിസ് ക്വാണ്ടിറ്റി ഇൻറ്റു കോസ് തീറ്റയാണ് വരിക. സോ ദിസ് ഇസ് ഓൾ 1 ആണ്. അപ്പൊ അത് 1 ആയി പോയി. കോസ് ഓഫ് RF മൈനസ് RI കിട്ടി. സോ വർക്ക് ഡൺ ഇൻ എ യൂണിഫോം ഫോഴ്സിൽ എനിക്ക് കിട്ടുന്ന എന്താ വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലെ. ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ഫൈനലും ഇനീഷ്യൽ പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പാത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് എനിക്ക് കിട്ടിയത്. കോൺസ്റ്റന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് വർക്ക് ഡൺ എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡിസ്പ്ലേസ്മെന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പാത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത് ഫോളോ ഔട്ട് എന്നാ പറയുന്നത്. ഇനി ഞാൻ രണ്ടാമത്തെ കേസ് എടുക്കാണ്, സെൻട്രൽ ഫോഴ്സ്. സെൻട്രൽ ഫോഴ്സിന്റെ കേസിൽ വർക്ക് ഡൺ പറഞ്ഞ സെൻട്രൽ ഫോഴ്സ് എങ്ങനെയാ നോക്കാം. സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫോഴ്സ് വിച്ച് ആക്ട് towards or away from the origin, സെൻട്രൽ പോയിന്റിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുക അല്ലെങ്കിൽ away from that point ആക്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. വിച്ച് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡിസ്പ്ലേസ്മെന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ എഫ് നമുക്ക് എന്ത് ചെയ്താം, F of R into R cap എഴുതാം, വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ വർക്ക് തന്നെ ആ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. പോളാർ കോർഡിനേറ്റ്സിൽ ഞാൻ അതിനെ dr ഞാൻ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് r പ്ലസ് തീറ്റ ആർ ഡി തീറ്റ കിട്ടും. എക്സ്പാൻഡ് ചെയ്ത് ഡോട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് ആ റിസൾട്ട് തന്നെ കിട്ടി. അതായത് ഓരോ കേസ് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ കോൺസ്റ്റന്റ് ഫോഴ്സ് പഠിച്ചു, വർക്ക് എനർജി തിയറം നമ്മൾ കോൺസ്റ്റന്റ് ഫോഴ്സിൽ ആക്ട് ചെയ്ത് നോക്കി, അതുപോലെ തന്നെ സെൻട്രൽ ഫോഴ്സിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ എനിക്കത് ഇമ്പോർട്ടന്റ് റിസൾട്ട് തന്നെ കിട്ടി. ഇറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യണുള്ളൂ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ഫോളോ ഔട്ടിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ. അപ്പൊ അപ്ലൈ വർക്ക് എനർജി തിയറം നമ്മൾ പറഞ്ഞു. വർക്ക് എനർജി തിയറം എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞു. സെവറൽ ഡയമെൻഷൻ ആകുമ്പോൾ എങ്ങനത്തെ ചേഞ്ച് വരുന്നു പറഞ്ഞു. വെർട്ടിക്കലി അപ്വാർഡ്, അതുപോലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. കോണിക്കൽ പെൻഡുലത്തിന്റെ കേസിലൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ പഠിക്കാനുള്ളത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള റിലേഷൻ മാത്രമേ നമ്മൾ ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ളൂ. പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ നമ്മള് പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഫോഴ്സിന് വർക്കിനുള്ള ഫോർമുല നമുക്കറിയാം. പക്ഷെ ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ ഇനീഷ്യലും ഫൈനൽ പോയിന്റും സെയിം ആവുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്തായിരിക്കും, 0 ആയിരിക്കും. റൈറ്റ്. 0 ആണെങ്കിൽ നമുക്ക് ഫോഴ്സ് ഡണ്ണിനെ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ബൈ dx എന്നും അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് സ്കാലാർ ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ അക്കോർഡിംഗ് ടു സ്റ്റോക്സ് തിയറം, ഇതൊക്കെ എവിടെ വരുന്നത്, വെക്ടർ അനാലിസിസിൽ വരുന്നുണ്ട്. സ്റ്റോക്സ് തിയറം, ഡൈവേർജൻസ് തിയറം, ഗ്രേഡിയന്റ്, മൂന്നെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. സോ ക്ലോസ്ഡ് ഇന്റഗ്രൽ F dot dr നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, സർഫസ് ഇന്റഗ്രൽ ഡെൽ ക്രോസ് F dot ds is equal to 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ എഴുതിയ നോക്കുക. ലൈൻ ഇന്റഗ്രൽ F dot dr എന്ന് പറഞ്ഞാൽ സർഫസ് ഇന്റഗ്രൽ ഡെൽ ക്രോസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത് സ്റ്റോക്സ് തിയറം. അപ്പൊ ഇവിടെ ദിസ് ക്വാണ്ടിറ്റി എന്താണ്, എന്ത് പറയുന്നുണ്ട്,
ക്ലോസ് ഇന്റഗ്രൽ ഓഫ് ഫോഴ്സ് എന്താണെന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സിൽ വർക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ എൻ പോയിന്റ്സിന് ആയതുകൊണ്ട് കൺസർവേറ്റീവ് ഫോഴ്സ് ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 0. സോ ഡെൽ ക്രോസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി 0 ആണെന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി നമുക്ക് എന്താക്കി എഴുതാൻ പറ്റും? ഞാൻ എടുത്തത് നമ്മളെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ പൊട്ടൻഷ്യൽ ടേംസിൽ എഴുതുന്നുണ്ട്. ഡെൽ ക്രോസ് ഓഫ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് ഗ്രേഡിയന്റ് ഓഫ് എ ഫംഗ്ഷൻ വേറൊരു സ്കെയിലർ ക്വാണ്ടിറ്റിന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലർ ക്വാണ്ടിറ്റി നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എഫ് ഹയർ ടു ലോവറിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നമ്മൾ പൊട്ടൻഷ്യൽ നമ്മൾ നെഗറ്റീവ് സൈനും കൊടുക്കും. നെഗറ്റീവ് ഓഫ് ഗ്രേഡിയന്റ് ഓഫ് ദ സ്കെയിലർ ഫംഗ്ഷൻ. ഓക്കെ, ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദ ഗ്രേഡിയന്റ് ഓഫ് ദ സ്കെയിലർ ഫംഗ്ഷൻ. ഇതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ടേംസിൽ എഴുതുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അവിടെ ഫോഴ്സിന് ഞാൻ എന്താക്കിയത്? എഫ് ഓഫ് എക്സ് വെക്ടർ അല്ലേ എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെക്ടറിന്റെ ഫോമിൽ. ഇവിടെയും ഞാൻ എന്ത് ചെയ്തു? കമ്പോണൻസ് വൈ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. എന്നിട്ട് കമ്പയർ ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ്. അപ്പൊ വൈ ഡോ യു ബൈ ഡോ വൈ, സെഡ് ഡോ യു ബൈ ഡോ സെഡ്. നെഗറ്റീവ് സൈൻ ഉണ്ട്. ഞാൻ കമ്പയർ ചെയ്തതാ രണ്ട് സ്ഥലത്തും. ഓക്കെ, ഇനി നോക്കുക, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. എഫ് ഡോട്ട് ഡി ആർ വരുമ്പോൾ ഇതിന് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. അപ്പൊ ഐ ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ഡി എക്സ് ഡി വൈ ഡി സെഡ് വന്നു. ദിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ദിസ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് 3 വേരിയബിളില് ഫംഗ്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ 3 വേരിയബിൾ ആയതുകൊണ്ടാണ് ഇവിടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഡോ യു ഡോ എക്സ് ഡി എക്സ്, ഡോ യു ഡോ വൈ ഡി വൈ, ഡോ യു ഡോ സെഡ് ഡി സെഡ്. ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിഫറെന്റ് വാരിയബിൾസ് എക്സും വൈയും സെഡും വരികയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? പാർഷ്യൽ ഡിഫറൻഷ്യൽസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ടോട്ടൽ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽസ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോമിൽ കിട്ടിട്ടോ. എഫ് ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഡി യു അത് കിട്ടി. വർക്ക് ഡൺ ആണല്ലോ ഇത്. എഫ് ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ അല്ലേ. അപ്പൊ ഇന്റഗ്രൽ ഓഫ് ഡി യു എന്ന് കിട്ടി. അപ്പൊ യു ഫൈനൽ യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ നെഗറ്റീവ് ഉണ്ടായതുകൊണ്ട് യു ഇനീഷ്യൽ മൈനസ് യു ഫൈനൽ. ഓക്കെ, അപ്പൊ ഈ സ്കാലർ ഫംഗ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസോസിയേറ്റഡ് വിത്ത് കൺസർവേറ്റീവ് ഫോഴ്സ്. ദ സ്കാലർ ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് കൺസർവേറ്റീവ് ഫോഴ്സിനാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഫംഗ്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് ആക്ച്വലി നമ്മൾ പറയുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജിക്ക് യു ഐ മൈനസ് യു എഫ് കിട്ടി, മറ്റേത് കെ എഫ് മൈനസ് കെ ഐ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഇനീഷ്യൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യൽ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഫൈനൽ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ എന്നുള്ള ഫോർമുലയിലേക്ക് കിട്ടി നമുക്ക്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യലും കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഫൈനലും എന്താണ്? ഈക്വൽ ആണ്. ദിസ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്താണ്? കൺസർവ്ഡ് ആണ്. ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള കൈനറ്റിക് ടോട്ടൽ എനർജി എന്ന് പറയുന്നതും ഫൈനൽ സ്റ്റേറ്റിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നതും ഇറ്റ് ഈസ് ഈക്വൽ. അതിനാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് എനർജി തീരത്തിൽ നമ്മൾ എന്തിലേക്ക് എത്തി? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിലേക്ക് എത്തി.